എല്ലാ സുഹൃത്തുക്കൾക്കും എൽജിഎസ് ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് 31/2021 ആണ്. ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ വീഡിയോ ഒന്ന് പോസ് ചെയ്യാം, എന്നിട്ട് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. ഏതൊക്കെ ഉത്തരങ്ങളാണ് തെറ്റുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ആ ഭാഗങ്ങൾക്ക് മുൻഗണന കൊടുക്കുക കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2020 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഇത് 2020 ചോദ്യമാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിന്റെ കണ്ടക്ടർ അപ്ഡേഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഗാർഗി ആനന്ദനാണ്. നെക്സ്റ്റ് വൺ, 2021 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായ ഗായകൻ ആരാണ്? 2021 ഹരിവരാസനം പുരസ്കാരത്തിനാണ് ആരാണ്? വീരമണി രാജു ആണ് കേട്ടോ. അപ്പൊ കറണ്ട് അഫയറിലെ അപ്ഡേറ്റ് പഠിക്കണം. 2022 നേടിയത് ആലപ്പി രംഗനാഥ്, 2023 ശ്രീകുമാരൻ തമ്പി, 2024 തിരുവിഴ ജയശങ്കർ, 2025 കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ് ഹരിവരാസനം അവാർഡ് ലഭിക്കുന്നത് കേട്ടോ. അപ്പൊ 2022 ആരാണ്? ആലപ്പി രംഗനാഥ്, 2023 ശ്രീകുമാരൻ തമ്പി, 2024 തിരുവിഴ ജയശങ്കർ, 2025 കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ്. ആദ്യമായിട്ട് ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് 2012 KJ യേശുദാസിനാണ് കേട്ടോ. നെക്സ്റ്റ് വൺ, 2019 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഇവിടെ N പ്രഭാകരനാണ് കേട്ടോ. N പ്രഭാകരനാണ് 2019 വരുന്നത്. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? കറണ്ട് അഫയറിലത് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. 2023 ഓടക്കുഴൽ പുരസ്കാരം നേടിയത് അശോകൻ ചെരുവിലാണ്. ആരാണ്? അശോകൻ ചെരുവിൽ. ഏതാണ് അദ്ദേഹത്തിന്റെ കൃതി? കാട്ടൂർ കടവിലെ ഉറുമ്പുകൾ. ഏതാണ് അദ്ദേഹത്തിന്റെ കൃതി? കാട്ടൂർ കടവിലെ ഉറുമ്പുകൾ കേട്ടോ. ചോദ്യം വരും ചിലപ്പോ. പുരസ്കാരം, ഓടക്കുഴൽ പുരസ്കാരം അല്ലാതെ തന്നെ എന്ത് ചെയ്യാം? ചോദ്യം വരാം. എന്താണ് കാട്ടൂർ കടവിലെ ഉറുമ്പുകൾ? ആരുടെ ചെറുകഥാ സമാഹാരമാണ് എന്ന് ചോദിച്ചാൽ അത് അശോകൻ ചെരുവിലിന്റേതാണ് കേട്ടോ. നെക്സ്റ്റ് വൺ, 2024 പഠിക്കേണ്ടത് PN ഗോപികൃഷ്ണനാണ് കേട്ടോ. 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് PN ഗോപികൃഷ്ണനാണ്. ഏതാണ്? കവിത മാംസഭോജിയാണ്. കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് കിട്ടിയത്. അടുത്തത് 2025 ഓടക്കുഴൽ പുരസ്കാരം EP രാജഗോപാലിനാണ് കേട്ടോ. EP രാജഗോപാലിന് അദ്ദേഹത്തിന്റെ കൃതിയാണ് ഉൾക്കഥ. അദ്ദേഹത്തിന്റെ സാഹിത്യ വിമർശനമായിരുന്നു ഉൾക്കഥ. പഠിക്കണം. അപ്പൊ ഇവിടെ പഠിക്കാനുള്ളത് 2023 ഓടക്കുഴൽ പുരസ്കാരം അശോകൻ ചെരുവിലാണ്, കാട്ടൂർ കടവിലെ ഉറുമ്പുകൾ എന്നതിലാണ്. 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് PN ഗോപികൃഷ്ണനാണ്, കവിത മാംസഭോജിയാണ്. 2025 പുരസ്കാരം ലഭിച്ചത് EP രാജഗോപാലിനാണ്, അദ്ദേഹത്തിന്റെ സാഹിത്യ വിമർശനമാണ് ഏത്? ഉൾക്കഥ കേട്ടോ. ഉൾക്കഥ ആരുടേതാണ്? EP രാജഗോപാൽ. 2020 യുനെസ്കോ ചെയർ പാർട്ണർ പദവി ലഭിച്ച കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് പരിയാരമാണ്. 2020 ഫെബ്രുവരിയിൽ ആദ്യമായിട്ടാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ ആഘോഷിച്ചത്. എവിടെയാണ്? ത്രിപുരയിലാണ് കേട്ടോ. 2020 ഫെബ്രുവരിയിൽ ആദ്യമായിട്ട് ഒരു ഹോൺബിൽ ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനം ത്രിപുരയാണ്. പിന്നീട് അതിനുശേഷം 22, 23, 24, 25, 20 അതൊക്കെ നോക്കുന്ന സമയത്ത്, ഇപ്പോൾ ഗൂഗിൾ ലിസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് 2025, 26, 24 ഒക്കെ കാണുമ്പോൾ കറണ്ട് അഫയറിൽ പഠിക്കേണ്ടത് നാഗാലാൻഡ് ആണ് കേട്ടോ. നാഗാലാൻഡ് ആണ് ഹോൺബിൽ ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനം. ആ നാഗാലാൻഡിലെ കിസാമ നാഗ പൈതൃക ഗ്രാമത്തിലാണ് കേട്ടോ. ചോദ്യം വന്നു കഴിഞ്ഞാൽ നല്ലൊരു റാങ്ക് മേക്കിംഗ് ചോദ്യമാകും. ഹോൺബിൽ ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് നാഗാലാൻഡിലെ എവിടെയാണ് ചോദിച്ചാൽ കിസാമ നാഗ പൈതൃക ഗ്രാമത്തിലാണ് കേട്ടോ. കിസാമ നാഗ പൈതൃക ഗ്രാമത്തിലാണ്. അടുത്തത് 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഇംഗ്ലീഷ് വിഭാഗത്തിൽ നേടിയത് ആരാണ്? അത് ശശി തരൂരായിരുന്നു. 2019 ആണല്ലോ ചോദിച്ചത്. നമുക്ക് 2019 ആവശ്യമില്ല. അപ്പൊ നമുക്ക് കറണ്ട് അഫയറിൽ പഠിക്കാം കേട്ടോ. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് 2025 ഇംഗ്ലീഷ് വിഭാഗത്തിൽ നേടിയത്, ഇവിടെ ചോദ്യം ഏതാ വന്ന്? ഇംഗ്ലീഷ് വിഭാഗം അല്ലേ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇവിടെ ഇംഗ്ലീഷ് വിഭാഗം തന്നെ ആദ്യം പഠിക്കാം. നവതേജ് സർണിക്കാണ് കേട്ടോ. നവതേജ് സർണിക്കാണ്. അദ്ദേഹത്തിന്റെ നോവലായ ക്രിംസൺ സ്പ്രിംഗ് കേട്ടോ. ക്രിംസൺ സ്പ്രിംഗ് എന്ന നോവലിനാണ്. ഹിന്ദിയിൽ നേടിയത് മമത കാലിയ. വേറെ ഭാഷകളൊക്കെ ഉണ്ട്, അസമീസ് ഒക്കെ ഉണ്ട്. നമുക്ക് 4 ഭാഷ ഒന്ന് പഠിച്ചു വെക്കാം. ഹിന്ദിയിൽ മമത കാലിയ. നമ്മുടെ മലയാളത്തിൽ പഠിച്ചു വെക്കാം കേട്ടോ. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് മലയാളത്തിൽ നേടിയത് N പ്രഭാകരന്റെ മായാ മനുഷ്യർ എന്ന നോവലിനാണ് കേട്ടോ. N പ്രഭാകരനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് മലയാള വിഭാഗത്തിൽ ലഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ നോവല് മായാ മനുഷ്യർ.
ബംഗാളി നോവലിന് കിട്ടിയത് ബംഗാളി വിഭാഗത്തില് പ്രസൂൺ ബന്ദോപാധ്യായ കേട്ടോ, പ്രസൂൺ ബന്ദോപാധ്യായ. അപ്പൊ ഇംഗ്ലീഷില് നവതേജ് സർന, ഹിന്ദിയില് മമത കാലിയ, മലയാളത്തിൽ എൻ പ്രഭാകരന്, ബംഗാളില് പ്രസൂൺ ബന്ദോപാധ്യായക്കാണ്. ഇനി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് പഠിക്കണം. യുവ പുരസ്കാരം ലഭിച്ചത് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരം ലഭിച്ചത് അഖിൽ പി ധർമ്മജനാണ് കേട്ടോ. റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിനാണ്. അഖിൽ പി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലാണ് യുവ പുരസ്കാരം. ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ശ്രീജിത്ത് മൂത്തേടത്തിനാണ് കേട്ടോ. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് 2025 ബാലസാഹിത്യ വിഭാഗത്തിൽ ലഭിച്ചത് ശ്രീജിത്ത് മൂത്തേടത്തിനാണ്. അദ്ദേഹത്തിന്റെ പെൻകിനുകളുടെ വൻകരയിൽ എന്നതിനാണ് കേട്ടോ, പെൻകിനുകളുടെ വൻകരയിൽ. അപ്പൊ ഇവിടെ പഠിച്ചത് ഒന്നുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യുക. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് പഠിക്കുമ്പോൾ അതിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് 2025 യുവ പുരസ്കാരം ലഭിച്ചത് അഖിൽ പി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദിക്കും. പിന്നെ ലഭിച്ചത് ആർക്കാണ്? അഖിൽ പി ധർമ്മജനത്തിനാണ്. തെരഞ്ഞെടുക്കാൻ കാരണം റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിനെ ആസ്പദമാക്കി. ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ശ്രീജിത്ത് മൂത്തേടത്തിനാണ്. പെൻകിനുകളുടെ വൻകരിയിൽ ആണ്. ഇംഗ്ലീഷ് വിഭാഗത്തിൽ കിട്ടിയത് നവതേജ് സർണയ്ക്കാണ്. മലയാള വിഭാഗത്തിൽ കിട്ടിയത് എൻ പ്രഭാകരനാണ്. ഹിന്ദി വിഭാഗത്തിൽ കിട്ടിയത് മമത കാലിയയ്ക്കാണ്. ബംഗാളിൽ കിട്ടിയത് പ്രസൂൺ ബന്ദോപാധ്യായക്കാണ്. നെക്സ്റ്റ്, നിയമസഭാ സമിതി ഒഴിവാക്കാൻ തീരുമാനിച്ചത് ഏത് സംസ്ഥാന സർക്കാരാണ്? നിയമസഭാ സമിതി ഒഴിവാക്കാൻ തീരുമാനിച്ചത് ആന്ധ്രാപ്രദേശാണ്. 2020 മാർച്ചില് മധ്യപ്രദേശിലെ ഭരണമാറ്റത്തിൽ മുഖ്യമന്ത്രിയായി നിയമിതനായത് ആരാണ്? മധ്യപ്രദേശിലെ ഭരണമാറ്റത്തിൽ മുഖ്യമന്ത്രിയായിട്ട് നിയമിതനായത് ആരാണ്? ശിവരാജ് സിംഗ് ചൗഹാൻ ആണ്. യുഎസിലെ കോർട്ട് ഓഫ് അപ്പീൽസിൽ ചീഫ് ജഡ്ജിയായി നിയമിതനായ ആദ്യത്തെ ഇന്ത്യൻ വംശജൻ ആരാണ്? ശ്രീനിവാസൻ ആണ് കേട്ടോ. യുഎസിലെ കോർട്ട് ഓഫ് അപ്പീൽസിൽ ചീഫ് ജഡ്ജി ആയിട്ട് നിയമിതനായത്. ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി എത്ര ഡിഗ്രിയാണ്? ഇന്നലെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അതേ പഠിച്ചു അല്ലെ? എത്ര ഡിഗ്രി ആയിരുന്നു? 30 ഡിഗ്രി. അക്ഷാംശീയ വ്യാപ്തി നമ്മൾ പഠിച്ചു. രേഖാംശീയ വ്യാപ്തി 30 ഡിഗ്രി. ഇന്ത്യൻ മാനക സമയം കണക്കാക്കുന്നത് ഏത് രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയിട്ടാണ്? ഇന്ത്യൻ മാനക സമയം കണക്കാക്കുന്നത് 82 ഡിഗ്രി 30 മിനിറ്റ്. ഏതാണ്? പൂർവ രേഖാംശമാണ്. പശ്ചിമമല്ല, പൂർവ രേഖാംശം അടിസ്ഥാനമാക്കിയിട്ടാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര ആരവല്ലിയാണ്. ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തുള്ള മലനിര. ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തുള്ള മലനിര കിഴക്ക് പൂർവഘട്ടം. അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏതാണ്? അത് മഹാനദിയാണ്. അത് ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ വരുന്നതാണ്. നർമ്മദ, പെരിയാർ, സിന്ധു എല്ലാം അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടുന്ന നദിയാണ്. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ചിനാബാണ്. ഇന്ത്യയിലെ ശൈത്യകാലം എപ്പോഴാണ്? നമ്മൾ ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് ഡിസംബർ, ഫെബ്രുവരി അല്ലെ? ഡിസംബർ, ജനുവരി, ഫെബ്രുവരിയിലൊക്കെ നല്ല മഞ്ഞുകാലമായിരിക്കും അല്ലെ? ഇന്ത്യയിൽ ഏറ്റവും ഉൽപാദനക്ഷമത കൂടിയ മണ്ണിനം. നെല്ലൊക്കെ കൃഷി ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാന്ന് നമ്മൾ പഠിക്കുക? എക്കൽ മണ്ണാണ് അല്ലെ? ഉൽപാദനം എന്ന് പറയുമ്പോൾ നെല്ല്. കോർബറ്റ് ദേശീയ പാർക്കിൽ പ്രധാനമായും ഏത് ജീവിയുടെ സംരക്ഷണമാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്? കോർബറ്റ്, ജിം കോർബറ്റ് ദേശീയ ഉദ്യാനം. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ പഠിച്ച കാര്യമാണ്. കണ്ടോ, റിപ്പീറ്റേഷൻ ആണ്. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ റിപ്പീറ്റേഷൻ. നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഇമ്പോർട്ടൻറ്റ് എത്രത്തോളമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ പഠിച്ചാണിത്. ഏതാണ്? കടുവ അല്ലെ? ജിം കോർബറ്റ് ദേശീയ പാർക്കില് ഏതാണ്? കടുവയാണ്. വേടന്തങ്കൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. വേടന്തങ്കൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാ? ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി അൽബുക്കർക്കാണ് കേട്ടോ. അൽബുക്കർക്കാണ്. 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തിയാണ് ആരാ? ബഹദൂർ ഷാ രണ്ടാമനാണ്. ഒന്നാമനല്ല, ബഹദൂർ ഷാ രണ്ടാമനാണ്. 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി. ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് റവന്യൂ ബോർഡ് രൂപീകരിച്ചത്? റവന്യൂ ബോർഡ് രൂപീകരിച്ചത് ഏതാണ്? വാറൽ ഹേസ്റ്റിങ്ങിന്റെ റവന്യൂ ബോർഡ്. അതുപോലെ ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത് അല്ലെ? ഇതൊക്കെ നമ്മൾ എന്താ പറഞ്ഞത്? വാറൽ ഹേസ്റ്റിങ്ങിന്റെ കാലത്താണ്. അതുപോലെ ബംഗാളിൽ ദ്വിഭരണം നിർത്തലാക്കിയത് എന്ന് പറഞ്ഞാൽ അതിനൊക്കെ എന്താ? വാറൽ ഹേസ്റ്റിംഗ് തന്നെയാണ്. ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്ന് അറിയപ്പെട്ടത്
അല്ലെ? ആധുനിക ഇന്ത്യ എന്ന് കാണുമ്പോൾ അതും സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ എന്ന് കേൾക്കുമ്പോഴും ഒറ്റ പേരെ ഓർമ്മ വരൂ, രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത് എവിടെയാണ്? വേദാന്ത കോളേജ് സ്ഥാപിച്ചത് കൽക്കട്ടയിലാണ്. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി ജവഹർലാൽ നെഹ്റു. മഹാത്മാഗാന്ധി തന്റെ രാഷ്ട്രീയ പിൻഗാമിയായിട്ട് പ്രഖ്യാപിച്ചത് ആരെയാണ്? രാഷ്ട്രീയമാണ് കേട്ടോ. അവിടെ രാഷ്ട്രീയ പിൻഗാമിയായിട്ട് പ്രഖ്യാപിച്ചത് ജവഹർലാൽ നെഹ്റുവിനെയാണ്. ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം 1917 ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായിട്ട് സേവനം അനുഷ്ഠിച്ചത് ആരാണ്? ഏറ്റവും കൂടുതൽ കാലം സേവനം അനുഷ്ഠിച്ചത് രാഷ്ട്രപതിയായിട്ട് ആരാ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് അല്ലെ? ഗവർണർ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. ഗവർണറിൽ നിന്നും പ്രസിഡന്റ് ആയത് ആരാ? സക്കീർ ഹുസൈൻ ആണ്. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ രാഷ്ട്രപതി സേവനം അനുഷ്ഠിച്ചത് രാജേന്ദ്ര പ്രസാദ് ആണ്. ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട സമയത്ത് രാഷ്ട്രപതി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട സമയത്ത് രാഷ്ട്രപതി ആരാ? ഗ്യാനി സെയിൽ സിംഗ് ആണ് കേട്ടോ. ഗ്യാനി സെയിൽ സിംഗ് ആണ്. മൗലിക അവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത്, അതായത് ആർക്കും മൗലികാവകാശങ്ങൾ ഇല്ലാത്ത ഒരു സമയമുണ്ട്. അത് എപ്പോഴാണ്? അടിയന്തരാവസ്ഥ കാലത്താണ് അല്ലെ? അടിയന്തരാവസ്ഥ കാലത്താണ്. ഇന്ത്യൻ പൗരന്റെ മൗലികാവകാശത്തിൽ ഉൾപ്പെടാത്ത അവകാശം എന്താണ്? സ്വത്തവകാശമാണ്. സ്വത്തവകാശം ഒരിക്കലും നമ്മൾ ഓരോരുത്തരുടെയും മൗലിക അവകാശമല്ല, അതൊരു നിയമ അവകാശമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അയിത്ത നിർമാർജനം അല്ലേ? ആർട്ടിക്കിൾ 17 മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ ഇന്ത്യൻ ഭരണഘടനയിൽ വന്നൊരു ആർട്ടിക്കിളാണ് അയിത്ത നിർമാർജനം ട്ടോ. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം 19 അനുച്ഛേദമാണ് 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചിട്ട് പറയുന്നത്. ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള നിയമത്തിന് മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ നേതൃത്വത്തിൽ ഇളവ് ലഭിക്കുന്ന പദവി അത് രാഷ്ട്രപതിക്കാണ് കേട്ടോ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ദേശീയ തലത്തിലാണ്. ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ സ്ഥാപനമല്ല. മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി നിയമം വഴി രൂപീകൃതമായത് കൊണ്ട് തന്നെ അതിന്റെ ചെയർമാൻ എപ്പോഴും പ്രധാനമന്ത്രി ആയിരിക്കും. ചെയർമാൻ മനസ്സിലായോ? മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. ഇനി ദേശീയം, ഇത് സംസ്ഥാനം എടുത്തു കഴിഞ്ഞാൽ അവിടെ ആരായി മാറും? അത് മുഖ്യമന്ത്രിയായി മാറും കേട്ടോ. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ, ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ജയന്തി പട്നായിക്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെയും മെമ്പർമാരുടെയും കാലാവധി, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെയും മെമ്പർമാരുടെയും കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിനാണ്. സർദാർ പട്ടേൽ ഭവൻ ഏത് സ്ഥാപനത്തിന്റെ ആസ്ഥാനമാണ്? മനുഷ്യാവകാശ കമ്മീഷന്റെ. മനുഷ്യാവകാശ കമ്മീഷനിൽ നിന്ന് എത്ര ചോദ്യങ്ങളാണ് വന്നത്? ആ ടോപ്പിക്കൊക്കെ അരിച്ചു കലക്കി ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയാവുന്ന രീതിയിൽ മനുഷ്യാവകാശ കമ്മീഷനൊക്കെ പഠിച്ചിരിക്കണം കേട്ടോ. കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം, കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം 560 കിലോമീറ്റർ ആണ് കേട്ടോ. 560 ആണ്. കടൽ തീരത്തിന്റെ ദൈർഘ്യമാണ് 580 കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക്, കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏറനാട് താലൂക്കാണ് കേട്ടോ. ഏറ്റവും ചെറുതാണ് കുന്നത്തൂർ താലൂക്ക് കേട്ടോ. കേരളത്തിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം ലക്കിടിയാണ്, വയനാടിലെ ലക്കിടിയാണ്. കേരളത്തിലെ നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ്, കേരളത്തിലെ നെൽകൃഷിക്കാണ് കേട്ടോ. കേരളത്തിലെ നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ്, നെൽകൃഷി എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും ഒരു മണ്ണേ ഉള്ളൂ, എക്കൽ മണ്ണാണ്. നെയ്യാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? നെയ്യാർ തിരുവനന്തപുരമാണ് അല്ലെ? തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായം കയർ വ്യവസായമാണ്. ഏറ്റവും വലിയ പരമ്പരാഗതമായിട്ടുള്ള ഒരു വ്യവസായമാണ് കയർ വ്യവസായം. കേന്ദ്ര മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കേന്ദ്ര മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊച്ചിയാണ്. ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ആദ്യത്തെ മിനി ജലവൈദ്യുത പദ്ധതിയാണ് ഏത്? മീൻവല്ലം. ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് പഠിക്കുക കേട്ടോ. ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ആദ്യത്തെ മിനി ജലവൈദ്യുത പദ്ധതി, അതായത് ഒരു പഞ്ചായത്തിന്റെ കീഴിൽ വന്നതാണ് കേട്ടോ ഈ മീൻവല്ലം പദ്ധതി. ഏത് പുഴയിലാ? തൂതപ്പുഴയിലാണ് കേട്ടോ. തൂതപ്പുഴയിലാണ്. മണിയാർ സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ടയിലാണ് കേട്ടോ. മണിയാർ സ്ഥിതി ചെയ്യുന്ന ജില്ല പത്തനംതിട്ട.
കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 966 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. 966. ഫറോക്ക്, പാലക്കാട്. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ AKG ആണ്, AK ഗോപാലൻ. സാമൂഹ്യ സാമ്പത്തിക കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത്. നമ്മളത് 3ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഈ 3 ക്വസ്റ്റ്യൻ പേപ്പറിലും ഏതുണ്ട്? ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അല്ലെ. ആരാണ്? അയ്യങ്കാളിയാണ് അല്ലെ. 1909 നമ്മൾ പറഞ്ഞു വെങ്ങാനൂര് അല്ലെ. വെങ്ങാനൂരാണ് സംഘടിപ്പിക്കപ്പെട്ടത്. ദേശസേവികാ സംഘം സ്ഥാപിച്ചത് ആര്? ദേശസേവികാ സംഘം സ്ഥാപിച്ചത് അക്കമ്മ ചെറിയാനാണ്. അമൃതവാണി, പ്രബുദ്ധ കേരളം എന്നീ മാസികകൾ ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? അമൃതവാണി, പ്രബുദ്ധ കേരളം ആഗമാനന്ദ സ്വാമിയുടേതാണ്. തുവയൽ പന്തികൾ എന്നറിയപ്പെട്ട കൂട്ടായ്മ. തുവയൽ പന്തികൾ എന്നറിയപ്പെട്ട കൂട്ടായ്മ സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. സാരഞ്ജിനി പരിണയം എന്ന സംഗീത നാടകത്തിന്റെ കർത്താവ് അയ്യത്താൻ ഗോപാലനാണ്. അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം. പഴശ്ശി കലാപം പ്രമേയമാക്കിയ കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയത് ആരാണ്? ആരാ പഴശ്ശിരാജ സിനിമയുടെ തിരക്കഥ തയ്യാറാക്കിയത്? പ്രശസ്തമായ എഴുത്തുകാരൻ അല്ലേ, MT വാസുദേവൻ നായർ. ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര വിഭാഗക്കാർ ആര്? നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്തത് കുറിച്യരും കുറുമ്പരും അല്ലെ. കുറിച്യർ കലാപം കേട്ടിട്ടുണ്ടല്ലോ അല്ലെ. നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്തുകൊണ്ട് കുറിച്യർ ആൻഡ് കുറുമ്പര് കേട്ടോ. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം ഏതാണ്? മലയാളി മെമ്മോറിയൽ ആണ് കേട്ടോ. മലയാളി മെമ്മോറിയൽ ആണ്. മനുഷ്യരുടെ വായിലെ ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര? 8 ആണ്. ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥലം. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ പഠിച്ചതാണ്. ആൻസർ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ കഴിയണം. പ്ലൂറയാണ് അല്ലെ. പ്ലൂറയാണ്. ലോക ഹീമോഫീലിയ ദിനം. ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17. സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായിട്ട് കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം. സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായിട്ട് കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലം. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ് കേട്ടോ. ഐച്ഛിക ചലനങ്ങളെ സെറിബ്രമാണ്. അനൈച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നത് ഏതാണ്? മെഡുല്ല ഒബ്ലാങ്കേറ്റ. കാൽമുട്ടിലെ അസ്ഥിയുടെ പേര്. കാൽമുട്ടിലെ അസ്ഥിയുടെ പേര് പാറ്റല്ലയാണ്. പാറ്റല്ല. കാരറ്റിൽ ധാരാളമായിട്ടുള്ള ബീറ്റ കരോട്ടിൻ എവിടെ വെച്ചിട്ടാണ് വൈറ്റമിൻ A ആയിട്ട് മാറുന്നത്? വൈറ്റമിൻ A ആയിട്ട് മാറുന്നത് കരളാണ്. പ്രീവിയസ് ചോദ്യമാണ്. വൈറ്റമിൻ A നിർമ്മിക്കുന്നത് എവിടെ വെച്ചിട്ടെന്ന്, ശരീരത്തിന്റെ ഏത് അവയവത്തിൽ വെച്ചിട്ടാണെന്ന് ചോദിച്ചിട്ടുണ്ട്. കരളിൽ വെച്ചിട്ടാണ്. ഇത് പിന്നെ ഇവിടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് തന്നു. കാരറ്റിൽ ധാരാളമായിട്ടുള്ള ബീറ്റ കരോട്ടിൻ കേട്ടോ. അത് ചോദ്യമാണ്. ഇത് കാരറ്റിൽ ധാരാളമായിട്ട് കാണപ്പെടുന്ന ഏതെന്ന് ഒരു ക്വസ്റ്റ്യൻ ആണ്. ബീറ്റ കരോട്ടിൻ ആണ്, പഠിക്കണം. പിന്നെ കരളിൽ വെച്ച് ഉൽപ്പാദിപ്പിക്കുന്ന വൈറ്റമിൻ ഏതാണ് എന്ന് വേറൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അത് വൈറ്റമിൻ A ആണ്. 4 ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ഇതിൽ തന്നെ 4 ക്വസ്റ്റ്യൻ നമുക്ക് പഠിക്കാൻ കഴിയും. അസ്ഥികളുടെയും പല്ലുകളുടെയും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ജീവകം ഏതാണ്? ജീവകം D ആണ്. കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി അനുയാത്ര. ഹരിതഗൃഹ വാതകങ്ങൾക്ക് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? നൈട്രജൻ ആണ് കേട്ടോ. ഹരിതഗൃഹ വാതകങ്ങൾക്ക് ഉദാഹരണം അല്ലാത്തത്. അപ്പൊ ഇതൊക്കെ പഠിച്ചു വെച്ചോ. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, ഓസോൺ ഒക്കെ ഹരിതഗൃഹ വാതകങ്ങൾക്ക് ഉദാഹരണമാണ്. ന്യൂക്ലിയസിനെ ചുറ്റി കറങ്ങുന്ന കണിക ഇലക്ട്രോൺ ആണ്. ഇരുമ്പിന്റെ ധാതു ആണ് ഹെമറ്റൈറ്റ്. കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതലുള്ളത് ഹൈഡ്രജൻ ആണ്. വാഷിംഗ് സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന സംയുക്തം അതും ഞാൻ പറഞ്ഞു തന്നതാണ്. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്ന സമയത്ത് അടുത്തൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ വേഗം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയണം. എന്നാലാണ് പഠനം കംപ്ലീറ്റ് ആകുള്ളൂ. ബാത്തിങ് സോപ്പ്, വാഷിംഗ് സോപ്പ് അല്ലെ. വാഷിംഗിൽ നമ്മൾ ഏതാ പഠിച്ചത്? സോഡിയം അല്ലെ. സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. എന്നാൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ് ബാത്തിങ് സോപ്പിൽ കേട്ടോ. 16ാമത്തെ ഗ്രൂപ്പിൽ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം. 16ാമത്തെ ഗ്രൂപ്പിൽ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം
ഓക്സിജൻ ആണ്. ദ്രവ്യവും ഊർജവും ഒരേ അസ്തിത്വത്തിന്റെ രണ്ട് ഭിന്ന രൂപങ്ങൾ മാത്രമാണെന്ന് സമർത്ഥിച്ച ശാസ്ത്രജ്ഞൻ. ദ്രവ്യവും ഊർജവും ഒരേ അസ്തിത്വത്തിന്റെ രണ്ട് ഭിന്ന രൂപങ്ങൾ മാത്രമാണെന്ന് സമർത്ഥിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? 76ാമത്തെ ബി ആണ്, ഐൻസ്റ്റീൻ ആണ്. ഒരു വാച്ചിലെ സെക്കൻഡ് സൂചിയുടെ ചലനം. ക്വസ്റ്റ്യൻ ഡിലീഷൻ ആണ് കേട്ടോ. ന്യൂട്ടൺ എന്നത് എന്തളക്കാനുള്ള ഏകകമാണ്? ന്യൂട്ടൺ ബലം അളക്കാനുള്ളതാണ് ന്യൂട്ടൺ. സൂര്യന്റെ ഉപരിതലത്തിലെ ശരാശരി താപനില 5500 ഡിഗ്രി സെൽഷ്യസ്. 5500 ഡിഗ്രി സെൽഷ്യസ്. വൈദ്യുത ചാർജുള്ള കണങ്ങളായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്നത് ഏത് അവസ്ഥയിലാണ്? പ്ലാസ്മാവസ്ഥയിലാണ് എന്ത് ചെയ്യുന്നത്? ദ്രവ്യം വൈദ്യുത ചാർജുള്ള കണങ്ങളായിട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കഴിഞ്ഞു കേട്ടോ. ഇന്ന് ഡെയിലി 10 മണിക്കായിരിക്കും നിങ്ങൾക്ക് രാവിലെ ക്ലാസ്സുകൾ, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ക്ലാസ് വരിക. വൈകുന്നേരം ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ്സുകളായിട്ടും കാണും. പിന്നെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ വർക്കൗട്ട് ചെയ്യുക, മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക. ഇതൊക്കെ ആയിരിക്കും ഈവനിങ് ആയിട്ടുള്ള ക്ലാസ്സുകൾ വരിക കേട്ടോ. അപ്പോൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യണം? 2021 മുതൽ 26 വരെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ചെയ്യാനുണ്ട്. ഇപ്പൊ നമ്മൾ LGS നിലവാരത്തിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് 10th എടുക്കണം. ഇപ്പോൾ LGS നിലവാരം എടുക്കാൻ കാരണം ഇനി നിങ്ങൾ പ്രിലിംസ് എഴുതാൻ പോവുകയാണ് അല്ലേ? കമ്പനി ബോർഡ് LGSും ബിവറേജും VVFA ഒക്കെ LGS ആണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ ആ LGS ക്വസ്റ്റ്യൻ പേപ്പറുകൾ മെയിൻസും ഉണ്ട് പ്രിലിംസും ഉണ്ട്. ആ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് പ്രിലിംസ് സുഖമായിട്ട് നിങ്ങൾക്ക് അടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. നന്നായിട്ട് പഠനം ഊർജ്ജസ്വലതയോട് കൂടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നോക്കാം കേട്ടോ. അടുത്ത് കാണാം. ബൈ.